നമസ്കാരം. വാർത്താ കച്ചവടത്തിന് ഒരു ദിവസം വിഷയമില്ലെങ്കിൽ വിഷയം ഉണ്ടാക്കും. അതാണിപ്പോ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എന്നുള്ള ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു നോട്ടീസ് എടുത്ത് പുറത്തേക്ക് വിടുകയാണ്. ഇന്നിപ്പോ കൊട്ടാരക്കരയ്ക്ക് മുൻ MLA കൂടിയായിട്ടുള്ള ഐഷ പോറ്റിയെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് കോൺഗ്രസുകാർ ക്ഷണിച്ചു. അതിലെന്താണ് അത്ഭുതം? ഇടതുപക്ഷ നേതാവായിരുന്നതിന്റെ ഭാഗമായിട്ട് ഒരു മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയിൽ കൊട്ടാരക്കരയിലെ മുൻ MLA എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചാൽ പോയി അനുസ്മരിക്കുന്നത് വലിയ അപരാധമാണോ? പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ കാലമായിട്ട്, അതായത് MLA സ്ഥാനം മാറിയതിനു ശേഷം സജീവമായി പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കഥയ്ക്ക് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ട്. ഏതുപോലെ ഈ ഒരു വാർത്ത നോക്കിയേ. കുറച്ചു മുന്നേ ഇവർ വെച്ച് കാച്ചിയ ഒരു വാർത്തയാണ്. അതായത് മുൻ മന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള G. സുധാകരൻ ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. പൊതുവെ പാർട്ടി ചുമതലകളിൽ നിന്ന് തന്നെ പ്രായമേറിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സജീവമായി ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കാതെ മറ്റ് പ്രധാനപ്പെട്ട പരിപാടികളിൽ മാത്രം പങ്കെടുക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം ഒതുങ്ങിക്കൂടി വരികയായിരുന്നു. ഉടനടി ഇദ്ദേഹത്തിന് ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമം ഉണ്ടായല്ലോ. ആ വിശ്രമത്തിലിരിക്കുന്ന സന്ദർഭത്തിൽ KC വേണുഗോപാൽ അവിടെ സന്ദർശിച്ചത് ഓർമ്മയില്ലേ? അന്ന് ഈ കാർഡടിച്ച് പുറത്തേക്ക് വിട്ടു. KC വേണുഗോപാൽ G. സുധാകരൻ കൂടിക്കാഴ്ച, ഉടനടി വലിയ രാഷ്ട്രീയ നീക്കം, തിരക്കിട്ട ചർച്ചകൾ, എന്താണ് അവിടെ സംസാരിച്ചത്, ഊഹാപോഹങ്ങളൊക്കെ അടിച്ചു. ഇപ്പോ 5-6 മാസമായി G. സുധാകരൻ ഇപ്പോ കോൺഗ്രസിലാണോ? അന്ന് ഇതുപോലെ കോൺഗ്രസിന്റെ വാതിലുകൾ കുറെ പേർ തുറന്നിട്ടതാണ്. എന്തായി? G. സുധാകരൻ ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതിനുശേഷം അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞൊരു വാചകം, ആ വാചകത്തെ അടർത്തിയെടുത്ത് വിവാദമാക്കി. കാര്യം മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത വഴിയെ വരാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ആ യോഗത്തിൽ മാധ്യമങ്ങളൊന്നും ഇല്ലാത്തിടത്ത് പറഞ്ഞൊരു വാചകത്തെ അടർത്തിയെടുത്ത് ഒരു വലിയ വിവാദമാക്കി അദ്ദേഹത്തെ സമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിക്കാൻ ഇവർ അവസരമുണ്ടാക്കി. അതുപോലെയാണ് ഐഷ പോറ്റിക്ക് കോൺഗ്രസിലേക്ക് പോകാനുള്ള ഒരു അവസരം മാധ്യമങ്ങൾ ഉണ്ടാക്കി തരാണ്. കാര്യം കേരളത്തിലെ ഇപ്പോൾ ഏജന്റ് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളാണല്ലോ. ഏജന്റുമാർ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരാം എന്നുള്ള നിലയ്ക്ക്, ഒരു വാർത്ത എന്നുള്ള നിലയ്ക്ക് സംപ്രേഷണം ചെയ്യുന്നു. അതൊരു അവസരം കാത്തിരിക്കുന്നവരാണെങ്കിൽ ആ അവസരം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് കോൺഗ്രസിൽ പോകാം എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രം. പക്ഷെ എന്താണ് ഐഷ പോറ്റി അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് കേട്ടു നോക്കിയേ. ഒരു വ്യക്തി ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി മനസ്സിലാക്കാൻ ശേഷിയുള്ളവർക്ക് ആ വാചകം കേൾക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കും. കോൺഗ്രസിന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അത് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ അനുസ്മരണമാണ്. ആ അനുസ്മരണ പരിപാടിയിലാണ് ഞാൻ പോകുന്നത്, അല്ല പാർട്ടി പരിപാടിക്കല്ല. പാർട്ടി സംഘടിപ്പിക്കുന്നതാകാം. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികളെ വിളിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ ഉമ്മൻചാണ്ടി സാർ ഉള്ളപ്പോഴേ ആ 3 ടേണിലും ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ, ഇന്നിപ്പം ഞാനേ ഉള്ളു ഇവിടെ മുൻ MLA എന്നുള്ള നിലയിൽ, രാഘവോത്സവം മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലൊന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നു അവരുടെ ഈ അനുസ്മരണ പരിപാടി. അപ്പം ഞാൻ ചോദിച്ചപ്പോഴേ പറഞ്ഞ് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികളെ വിളിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട്. അതിനകത്തൊരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഒരു അങ്ങനെ ഇന്റർപ്രിട്ടേഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇത്രയേ ഉള്ളൂ. ഞാൻ നിയമസഭാ പ്രതിനിധിയായിരുന്ന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടിട്ട് 2-ാം വാർഷികം, അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയ ഓരം ചേർന്ന് നടക്കുന്ന ഒരു മുൻ MLA ആയിട്ടുള്ള വ്യക്തിയെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കോൺഗ്രസുകാർ ക്ഷണിക്കുന്നു. അതൊരു വലിയ അപരാധമാണ്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു ശശി തരൂരിന്റെ വിവാദം വന്നു. പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വിഷയാവതരണത്തിന് ശശി തരൂരിനെ ക്ഷണിച്ചിരുന്നു. ശശി തരൂരിനെ അന്ന് പോകാൻ സമ്മതിക്കാത്ത ഒരു അവസ്ഥ നിങ്ങൾ കണ്ടതാണല്ലോ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് K. സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ആ വേദിയിൽ പോയി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമാകുമെന്ന് പ്രചരിപ്പിച്ചവരാണല്ലോ. പക്ഷെ ഇപ്പൊ അതേ എന്താണ്, ആരുടെ അനുമതി ഇല്ലാതെ BJP-യുടെ ഇടങ്ങളിൽ പോകുന്നു, പല കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. കോൺഗ്രസുകാർക്കും മാധ്യമങ്ങൾക്കും ഒരു പ്രശ്നവും. പക്ഷെ ഇങ്ങനെ കുറെ കഥകൾ മെനയും. അതായത് ഏതെങ്കിലും മുതിർന്ന ഇടതുപക്ഷ നേതാക്കന്മാർ അവർ വീട്ടിലിരിക്കുകയാണ്, പൊതുപരിപാടികളിൽ വളരെ കുറച്ചേ കാണാൻ കഴിയുന്നുള്ളൂ. കാര്യം അവർ തന്നെ പറയുന്നുണ്ട്, മന്ത്രിയായിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരിക്കുമ്പോൾ ഓരോ വേദികളിലും കാണുന്നത് പോലെ പദവികൾ കുറഞ്ഞു കഴിഞ്ഞാൽ, മറ്റു ചുമതലകൾ വഹിക്കാതെ വന്നാൽ കാണാറില്ല. അപ്പോ കാഴ്ചക്കാരായി അവിടെ പോകണ്ട എന്ന് കരുതിക്കൊണ്ട് മാറി നിൽക്കുകയാണ്. സ്വാഭാവികമല്ലേ? അവരെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ ഇതാ കോൺഗ്രസിലേക്ക് പോകുന്നു. എവന്റെയൊക്കെ ചിന്താഗതിയും ബുദ്ധിയാണ് ആലോചിക്കുന്നത്. അതായത് രാവിലെ ഈ കഞ്ചാവ് അടിച്ചിരുന്ന് എഴുതും പോലെയാണ്. ഐഷ പോറ്റി പങ്കെടുക്കുന്ന പരിപാടി, ശരി, ഐഷ പോറ്റി കോൺഗ്രസിലേക്ക്, ഇങ്ങനെയൊക്കെ ഇരുന്ന് പടച്ചു വിടുകയും അത് വെച്ച് ചർച്ച ചെയ്യാനുള്ള കേരളത്തിലെ കുറെ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെയധികം പരിതാപകരമായ അവസ്ഥ ഉണ്ടാവുകയാണ്. അതായത് അവർ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ചുമതലകൾ അവർ വഹിക്കുന്നില്ല, അത് വേണ്ട എന്ന് അവർ ആവശ്യപ്പെട്ടു. പല പാർട്ടി യോഗങ്ങളും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി പല മീറ്റിങ്ങുകളും അത്
ബൂത്ത് തല മീറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോക്കൽ മീറ്റിംഗ് ആയിക്കോട്ടെ, ഏരിയ മീറ്റിംഗ് ആയിക്കോട്ടെ, ഇങ്ങനെ കമ്മിറ്റികൾ ഏതെങ്കിലുമൊക്കെ വരുമ്പോൾ എല്ലായിടത്തും ഓടിയെത്താൻ പറ്റാത്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇതിലൊന്നും ഓടിയെത്താൻ പറ്റില്ല, എന്നെ ഒന്ന് മാറ്റിത്തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അവരെ ഒഴിവാക്കി കൊടുക്കുന്നു. ഇതാണ് ചെയ്തത്. അതിനുശേഷം അവർ പിക്ചറിലില്ലത്രേ. പിന്നെ എല്ലാ തവണയും നേരത്തെ MLA ആയിരുന്ന സന്ദർഭത്തിൽ എല്ലാ വേദിയിലും കണ്ടിരുന്നവർ ഇപ്പോ മറ്റു ചുമതലയില്ലെങ്കിൽ ആ വേദിയിൽ പോയി ചുമ്മാ ഇരിക്കണമെന്നുള്ളതാണോ, അല്ലെങ്കിൽ കാഴ്ചക്കാരായിട്ടെങ്കിലും കാണണമെന്നാണോ? അതായത് മാധ്യമങ്ങളുടെ കണ്ണിലില്ല, അവർ മറ്റൊരു പരിപാടിയിൽ ഉണ്ടെങ്കിൽ കോൺഗ്രസിലേക്ക് പോകാൻ പോകുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഈ മടല് ബുദ്ധികളെ കുറിച്ച് എന്ത് പറയാനാണ്? അത് അവർ ഓരോ ദിവസത്തെ വാർത്താ കച്ചവടത്തിനും എന്തെങ്കിലും സെൻസേഷണൽ വിഷയം കൊണ്ടുവന്നാലേ ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടൂ എന്ന നിലയ്ക്ക് ഇമാതിരി ഊളത്തരങ്ങളൊക്കെ പടച്ചുവിടുമ്പോൾ അവർ പറയുന്ന വാക്കുകളെ പോലും വളച്ചൊടുക്കുകയാണ്. ശരിയാണ്, പഴയതുപോലെ എല്ലാ കാര്യങ്ങളിലും അവരെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഓടിയെത്താൻ കഴിയുന്നില്ല, അവർക്ക് പ്രാധാന്യമില്ലാത്ത പരിപാടികളിൽ പോകാൻ താല്പര്യമില്ല. ഇന്നലകളിൽ അവർ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവായിരുന്നു, അതിനേക്കാൾ ചെറിയ ആൾക്കാർ വേദിയിലും തനിക്ക് പുറത്തും ഇരിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥ, ഒരു സീനിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് എന്നൊരൊറ്റ കാരണത്താൽ അത് കോൺഗ്രസിലേക്ക് പോകാൻ പോകുന്നു എന്ന രീതിയിലൊക്കെ കവിത രചിച്ചു വിടുന്ന കഞ്ചാവ് ബുദ്ധി ഉണ്ടല്ലോ, അതൊക്കെ ഒരുതരം നേതാക്കന്മാർക്ക് കുറച്ചു ദിവസം ഒരു മാനസികമായിട്ടുള്ള ഉത്തേജനം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തെ ഉണർത്തിക്കൊണ്ടുവരാനുള്ള ഒരു തന്ത്രം എന്നതിനപ്പുറം മറ്റൊന്നുമായി കാണാൻ കഴിയില്ലെന്ന് പറയേണ്ടി വരികയാണ്.